അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പഴനിയിലെ നൈറ്റ് വ്യൂയുടെ കേസ് നൈറ്റ് അതായത് ഞങ്ങൾ അവിടെ എത്തി 3 മണിയാകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പഴനി ക്ഷേത്രത്തിലേക്ക് പോകുന്നതും അതായത് മൊട്ടയടിക്കാൻ പോണ കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴനിക്ക് മുമ്പ് എന്തായാലും കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. കാരണം നമ്മൾ എവിടെ പോയാലും ആളുകൾ നമ്മളടുത്ത് ക്യാഷ് ചോദിക്കേണ്ട, അത് ചിലപ്പോൾ കുട്ടികളുടെ രൂപത്തിലായിരിക്കും. ചെറിയ പിള്ളേർ വന്നിട്ട് കൈ കാണിച്ച് പൈസ വേണ്ടി ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്തിനു പോയാലും അവിടെ പണം കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു ഇതാണ് ഞാൻ അവിടെ പോയപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളിൽ പോയാലും അവിടെ ഫ്രീ ആയിരിക്കില്ല. അപ്പോൾ അത് ഉദാഹരണത്തിന് ഞാൻ മുട്ടയടിക്കാൻ പോയപ്പോൾ ഫ്രീ ആയിട്ടാണ് മുട്ടയടിക്കുന്നതെങ്കിൽ കൂടി മുട്ടയടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് പൈസ ചോദിക്കും. അവിടെ അത് പൈസ നമ്മൾ കൊടുക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ ചന്ദനം ഇട്ട് തരണമെങ്കിൽ എനിക്ക് അതൊരു അനുഭവം ഉണ്ടായിട്ടോ. ചന്ദനം ഇട്ട് തരാനുണ്ട്, അവരവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും തന്നാൽ മതി പറയും. പക്ഷെ നമ്മൾ 10-20 കൊടുത്താൽ അവർക്ക് സമ്മതിക്കില്ല. നിങ്ങളുടെ തലയിൽ ഇത്രയും ചന്ദനം ഇട്ട് തന്നതല്ലേ, 50 രൂപ വേണം, 100 രൂപ വേണം പറഞ്ഞിട്ടൊക്കെ ചോദിക്കണ്ട. അപ്പോൾ പഴനിയിൽ നമ്മളെ പറ്റിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം നമ്മൾ വിചാരിക്കും ഒരാളുടെ അടുത്ത് നോക്കി അവിടെയുള്ള നമ്മളെ കണ്ടാൽ തന്നെ മനസ്സിലാവും. മലയാളികളൊക്കെ ആരോടെങ്കിലും ഒന്ന് ചിരിച്ചാൽ അപ്പോൾ ഒന്ന് അവർ പൈസ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാത്തിനും പണം ആവശ്യമുണ്ട് കേട്ടോ. അവിടെ പോയി കഴിയുമ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു റൂം എടുത്താൽ പോലും റൂം എടുത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള ആരെങ്കിലുമൊക്കെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പൈസ ചോദിക്കുന്നത് അത് മാത്രം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് തോന്നി അവിടെ പോയപ്പോൾ. അല്ലാതെ പഴനി മല ഒരു പവിത്രമായ ഒരു ക്ഷേത്രം, മുരുക ഭഗവാനെ കാണാനുള്ള ആ ഭാഗ്യം വേണം. നമുക്ക് എപ്പോഴും പോകാനൊന്നും പറ്റില്ല. എപ്പോഴെങ്കിലും നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ചില ചതിക്കുഴികൾ, അതായത് എന്തെങ്കിലും നമ്മൾ ചെറിയൊരു സാധനങ്ങൾ വാങ്ങിയാൽ കൂടി അതിന് ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പഴനിയിൽ ഞങ്ങൾ ഒരു ദിവസം പോയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭഗവാനെ നല്ല രീതിയിൽ കണ്ട് തൊഴുതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴാണല്ലോ പോയത്. ഇപ്പോൾ നമ്മൾ പഴനിയിൽ ആദ്യമൊക്കെ അടിവാരത്തിലേക്കൊക്കെ നമ്മൾ വണ്ടിയും ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് പോയവർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മൾ വണ്ടികളൊക്കെ നമുക്ക് നേരെ അടിവാരത്തിലെയും റോപ്പിൻ്റെ അവിടെയും എല്ലാം പോകുമായിരുന്നു. അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ അവിടെയൊന്നും വണ്ടികൾക്കൊന്നും പ്രവേശനമില്ല. നമ്മൾ നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ 3 വീൽ സെറ്റ് ചെയ്ത വണ്ടിയിലാണ് വരുന്നതെങ്കിൽ അവർ അകത്ത് കയറ്റി വിടും. പിന്നെ റോപ്പിലേക്ക് നമ്മുടെ കയ്യിൽ ഹാൻഡിക്യാപ്ഡിൻ്റെ സർട്ടിഫിക്കറ്റോ ID കാർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റോപ്പിൽ പോയിട്ട് തിരിച്ച് വരുന്നതൊക്കെ ഫ്രീ ആണ് കേട്ടോ കേസ്. അപ്പോൾ അതൊക്കെ നല്ല സപ്പോർട്ടാണ് അവിടെയുള്ളവർ. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും നല്ല സപ്പോർട്ടായിരിക്കും നമുക്ക്. പക്ഷേ ഫോൺ മാത്രം ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഫോൺ മേലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ അത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നൈറ്റ്, അതായത് പഴനിയിലെ നൈറ്റ് വ്യൂ, അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇപ്പോൾ കാണാം കേട്ടോ. ഇപ്പോൾ പഴനിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്ട് കേസ്. സമയം ഇപ്പോൾ 3 മണിയാണ്. എന്താ പറയുക, ഉച്ചയ്ക്ക് ശേഷമുള്ള 3 മണിയാണ് കേട്ടോ. നമ്മൾ പഴനിയിൽ ക്ഷേത്രത്തിൻ്റെ ആ ബാക്കിൽ വന്നാണ്. നല്ല തണുപ്പാണ് അല്ലേ സൗമ്യ? ഭയങ്കര ക്ലൈമറ്റ്. ഇപ്പോൾ ഈ മാസം ഭയങ്കര തണുപ്പാണ് കേട്ടോ പഴനിയിൽ. അപ്പോൾ വരുന്നവരെന്തായാലും സ്വെറ്ററൊക്കെ എടുത്തിട്ട് വരിക. ഭയങ്കര തണുപ്പുണ്ട് ഇപ്പോൾ. അപ്പോൾ 10 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ മുട്ടയടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വീട് കെട്ടി സമാധാനമായി കഴിഞ്ഞാൽ മുട്ടയടിക്കണമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു മുരുകൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഭഗവാന്റെ അവിടെ സൗജന്യമായിട്ട് മുട്ടയടിക്കുന്ന സ്ഥലമാണ് കേട്ടത് പഴനിയിൽ. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ മുട്ടയടിക്കാൻ വേണ്ടി പോവാണ്. പഠിച്ചാലോ നോക്കാം. എന്തെയ്യാ മുട്ടയടിക്കണമെങ്കിൽ ഇത് കിട്ടും, തുമ്പ് മുറിക്കാൻ കിട്ടും. അപ്പോൾ മുടി മുറിക്കാൻ വരുന്നവർ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ചീട്ടാക്കിയാലും നമ്മൾ മുടിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും കേസ്. അപ്പോൾ അത് നമ്മളോട് ചോദിച്ച് അവർ വാങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ ഫ്രീ ആണ് പറഞ്ഞിട്ട് ഒന്നും കൊണ്ടുപോകാണ്ടിരുന്നാൽ അവർ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ മുടിയൊക്കെ വെട്ടിയിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ 10, 100, 150 വാങ്ങും കേട്ടോ. ഞാൻ എൻ്റെ മുട്ടയടിക്കാൻ 100 രൂപയും സൗമ്യൻ്റെ തുമ്പ് വെട്ടുന്നതിന് 50 രൂപയും ചേർത്ത് 150 രൂപ അവർ വാങ്ങിയിട്ടാണ്. അപ്പോൾ മുടിയൊക്കെ മുട്ടയടിച്ച് അല്ലേ അടിപൊളിയായി. ഇനി ചന്ദനം ഇടണം, ചന്ദനം.
അങ്ങനെ നല്ല ദർശനം കിട്ടി. ഞങ്ങൾ താഴെ എത്തിയിട്ടാ. ഫോണ് താഴെ വെച്ചതാണ്, അപ്പോൾ മേലത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ദർശനം ഭഗവാന്റെ അല്ലേ. തങ്കത്തേരും കണ്ടു, അടിപൊളി. നല്ല ക്രോ നല്ല തിരിച്ചെടുക്കുമ്പോഴേ എല്ലാവരും വരുള്ളൂ. അടിപൊളി. ഇവിടെ ഇവിടെ അപ്പോൾ ഞങ്ങൾ ഭഗവാനെ പോയി ദർശനമൊക്കെ കിട്ടിയിട്ടൊക്കെ വെച്ചു. ഭഗവാന്റെ അവിടെ തൊഴുതാൻ മുരുകൻ്റെ അവിടെ പോയി തൊഴുതിയിട്ട് വന്നു. ദർശനമൊക്കെ കിട്ടി, ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടാണ്. അപ്പോൾ ഇനി രാവിലെ വെച്ചിട്ട് ഇനി പോകണല്ലേ സമയം. ഞങ്ങൾ പഴനിയിൽ ഒന്നും കൂടി കറങ്ങിയിട്ട് തന്നെ നാളേക്ക് തന്നെ വീട്ടിൽ പോകുള്ളൂടെ കേസ്. അപ്പോൾ പഴനിയിലെ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ പഴനിയിലെ രാത്രി കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങൾ ഭഗവാനെ പോയി തൊഴുതിയിട്ട് തിരിച്ച് ഇറങ്ങി നമ്മുടെ ഹോട്ടലിലെത്തി. അപ്പോൾ ഹോട്ടലിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ മേലെ പോയി ഭഗവാനെ തങ്കത്തേരൊക്കെ കാണാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത്. ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ പഴനിക്ക് വന്നിട്ട്. അപ്പോൾ നല്ല ദർശനവും അവിടെയുള്ള എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സന്തോഷം തോന്നി ഇന്നൊക്കെ ദിവസം. അപ്പോൾ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു അല്ലേ. പഴനിയിൽ വന്നിട്ട് സൗ മുടി മുറിച്ചു, ഞാൻ മുട്ടയടിച്ചു. മുടി മുറിച്ചു കേട്ടോ. അവൾ കുറച്ച് മുടിയൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എത്ര കട്ട് ചെയ്തു സൗ? കുറച്ച് കട്ട് ചെയ്തു കേട്ടോ. അത്രയും കട്ട് ചെയ്തു അവള്. ഞാൻ മുട്ടയടിക്കുകയും ചെയ്തു കേട്ടോ. അതൊക്കെ നല്ല രസമില്ലേ ഈ നേരത്ത്. നമ്മളൊരു നൈറ്റ് സമയം ഇപ്പോൾ 9-9:30 ആയിട്ടോ. അപ്പോഴും ആളുകൾ വന്നും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. നല്ല രസമാണ്. എന്താ പറയുക, പകൽ പോലെയാണ് ഇവിടെ പഴനിയിൽ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾക്ക് പഴനിയിൽ രാവിലത്തെ കാഴ്ചകളും കൂടി എടുത്തിട്ട് നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തിട്ട് കേസ് നമ്മൾ പോണ വീഡിയോസൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ രാവിലത്തെ വ്യൂവും നമ്മുടെ പഴനിയിലെ കാഴ്ചകളും എല്ലാം കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ കേസ്. ബൈ. അപ്പോൾ നമ്മൾ പഴനിയിലെ വരുന്നതും നമ്മൾ റൂം എടുത്തതും ഇന്നത്തെ നൈറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന കേസ്. അപ്പോൾ നാളെ നമ്മൾ പഴനിയിലെ എന്താ പറയുക പകൽ കാഴ്ചകൾ, രാവിലത്തെ കാഴ്ചകൾ, മോർണിംഗ് അടിപൊളിയാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം.